മാധ്യമപ്രവർത്തകൻ PM നാരായണൻകുട്ടി ടെലിഫോണിൽ ചേരുകയാണ്. നമസ്കാരം സർ. ഈ യുദ്ധ സാഹചര്യം ഇങ്ങനെ നീണ്ടുപോവുകയാണ്. അതിനിടയിൽ ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇസ്രയേലിന്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണവും യുദ്ധം അവസാനിപ്പിക്കുന്ന തരത്തിലേക്കൊന്നും കാര്യങ്ങൾ പോകുന്നില്ല. ഒരുപക്ഷെ ഇസ്രയേൽ അങ്ങനെ യുദ്ധം എത്ര വേഗം എളുപ്പത്തിലൊന്നും അവസാനിക്കാനുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. മറ്റൊരു കാര്യമുള്ളത്, ലെബനനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധ സാഹചര്യമൊക്കെ താൽക്കാലികമായെങ്കിലും വെടിനിർത്തലിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഇറാൻ ഇസ്രയേൽ യുദ്ധ സാഹചര്യം അവസാനിക്കാനുള്ള എന്തെങ്കിലും ഒരു വഴിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഈ യുദ്ധത്തിൽ ഇസ്രായേലിന്റെയും അതേപോലെ അമേരിക്കയുടെയും ലക്ഷ്യം രണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ആദ്യം പറയേണ്ടതായിട്ടുണ്ട്. അമേരിക്കയുടെ ലക്ഷ്യം എന്നത് ഇറാനെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ ഇസ്രായേലിന്റെ ലക്ഷ്യം എന്നത് ഇറാനെ തീർത്തും നാമാവശേഷമാക്കുക എന്നുള്ളതാണ്. ഈ രണ്ട് ലക്ഷ്യങ്ങളുടെയാണ് ഇറാന്റെ മേലെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് യുദ്ധം ചെയ്തത്. അപ്പോൾ അമേരിക്കയുടെ ലക്ഷ്യം ഒരു പരിധിവരെ അവർ നേടിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ഇപ്പോൾ ഇറാൻ ദുർബലമാണ് മിലിറ്ററലി. ചില മറ്റ് കോണ്ടെക്സ്റ്റ് യാർഡ്സ്റ്റിക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇറാൻ വളരെ ശക്തവുമാണ്. ഞാൻ പിന്നീട് പറയാവുന്നതാണ് ഒരു കാര്യം. അങ്ങനെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം ഇസ്രായേലും ലെബനോണും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ എന്നത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എലമെന്റ് ആയിട്ട് വേണം നമുക്ക് കാണാൻ. കാരണം അതായിരുന്നു ഇറാനെ പാകിസ്ഥാനിലേക്ക് നെഗോസിയേഷന് വിളിച്ചപ്പോൾ അവർക്കുണ്ടായിരുന്ന ആദ്യ കണ്ടീഷൻ. അതായത് ലെബനോണിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ബോംബിംഗ് ഇല്ലാതാക്കണം, എന്നാൽ മാത്രമേ ഞങ്ങൾ നെഗോസിയേഷന് വരികയുള്ളൂ എന്നുള്ളതായിരുന്നു ഇറാന്റെ ആവശ്യം. ആ അർത്ഥത്തിൽ ഇപ്പോൾ ഇറാന്റെ ആ ആവശ്യം നിറവേറ്റപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ പ്രപ്പോസ് ചെയ്ത ഇറാൻ അമേരിക്ക സെക്കൻഡ് റൗണ്ട് ഓഫ് ടോക്ക് എന്നുള്ളത് ഇപ്പൊ പാകിസ്ഥാനിലൊക്കെ നടക്കാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട്. അതിനുള്ള സാധ്യത കുറച്ചും കൂടെ മെച്ചപ്പെട്ടു എന്ന് വേണം കരുതാൻ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓവറോൾ ഇതിന്റെ ഒരു ട്രാജക്ടറി എന്നത് അടുത്ത ആഴ്ചകളിൽ, അതായത് നെക്സ്റ്റ് വെനസ്ഡേ ഓൺവേർഡ്സ് കൂടുതൽ നെഗോസിയേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇസ്ലാമാബാദിൽ നിന്നൊക്കെ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് അവിടെ നെഗോസിയേഷനുള്ള ഒരു വേദി ഒരുങ്ങി വരുന്നുണ്ട്. പല സ്ഥലങ്ങളിലും സെക്യൂരിറ്റി വളരെ ടൈറ്റൻ ചെയ്തിട്ടുണ്ട്. അതായത് US ഡെലിഗേഷന്റെ ഒരു ആഗമനത്തിന്റെ തുടക്കത്തിന്റെ ലക്ഷണങ്ങളായിട്ട് സെക്യൂരിറ്റി എല്ലാം ടൈറ്റ് ചെയ്യപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച മധ്യത്തിൽ ആയി ഇറാനും US ആയിട്ടുള്ള സെക്കൻഡ് റൗണ്ട് ഓഫ് നെഗോസിയേഷൻ ഇസ്ലാമാബാദിൽ തന്നെ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൽ വളരെ കൃത്യമായ വല്ല റിസൾട്ടും ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ട്രംപ് പങ്കെടുക്കാനും സാധ്യതയുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൽ നിന്നും തൽക്കാലം ഒഴിഞ്ഞു കിട്ടുക എന്നുള്ളത് വളരെ വലിയൊരു ആവശ്യമാണ്. അതിനുള്ള പ്രധാന കാരണം എന്നത് അമേരിക്ക ഏറ്റവും ജൂണിലിപ്പം അമേരിക്കയിലെ വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കാൻ പോവാണ്. ജൂലൈയിൽ അമേരിക്കയുടെ 250ാം വാർഷികം സെലിബ്രേഷൻ ചെയ്യാൻ പോകുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പം മെയ് മാസത്തിൽ, അതായത് ഏപ്രിൽ തന്നെ ട്രംപും ഷീ ജിൻപിങ്ങുമായിട്ട് വളരെ മീറ്റിംഗ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മീറ്റിംഗ് ഇപ്പം മെയ് മാസം മധ്യത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം അമേരിക്കൻ പ്രീമിയറുമായിട്ടൊരു മീറ്റിംഗ് നടക്കുന്ന അവസരത്തിൽ ചൈനീസ് പ്രസിഡന്റുമായിട്ട് മീറ്റിംഗ് നടക്കുന്ന അനുസരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഒരു പൊസിഷൻ ഓഫ് വീക്ക് നിന്നുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും തരത്തിൽ ഈ യുദ്ധത്തിൽ നിന്നും പിൻവാങ്ങാനുള്ള ഒരു വാതിൽ തുറന്നിടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഈ നെഗോസിയേഷന്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യം. അതിനുള്ള സാധ്യത അടുത്ത ആഴ്ചകളിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഇറാനെ സംബന്ധിച്ചും അതൊരു പ്രധാന സംഗതിയാണ്. കാരണം മിലിറ്ററി കോൺഫ്ലിക്റ്റ് എന്നത് അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ ഒരു ആയുധ യുദ്ധം എന്നത് ഇറാന് തീർത്തും താങ്ങാനാവാത്തൊരു അവസ്ഥയാണ്. പക്ഷെ ഹോർമസ് എന്ന വലിയൊരു ഒരു ആയുധം ഇറാന്റെ കയ്യിലുണ്ട്. അത് അതിന്റെ മേലുള്ള ഇറാന്റെ നിയന്ത്രണം എന്നത് ലോക സമ്പദ് വ്യവസ്ഥയുടെ കഴുത്തിൽ പിടിച്ചതിന് തുല്യമാണത്. അതായത് ഇറാൻ ഇപ്പോൾ ലോക സമ്പദ് വ്യവസ്ഥയുടെ കഴുത്തിൽ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ലോക സമ്പദ് വ്യവസ്ഥയാണ് ഇറാൻ റാൻസമിൽ വെച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിൽ തീർച്ചയായിട്ടും ലോകം മുഴുവൻ ഒരു തരത്തിലുള്ള സമാധാനത്തിന് ആഗ്രഹിക്കുന്നുണ്ട്. ഇറാനും ഒരു വിക്ടറിയുടെ പശ്ചാത്തലത്തിൽ പിൻവാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. അമേരിക്കയും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ട്രെൻഡ് എന്നത്, ഇതിന്റെ ട്രാജക്ടറി എന്നുള്ളത് ഇതിലുള്ള എല്ലാ ആളുകൾക്കും സമാധാനത്തിന്റെ പാതയിലേക്ക് വരാൻ ആഗ്രഹമുണ്ട്. അതിനുള്ളൊരു പശ്ചാത്തലം പല സ്ഥലങ്ങളിലും ഒരുങ്ങുന്നുണ്ട്. പക്ഷെ എത്രത്തോളം ഈ രണ്ട് പാർട്ടീസും, അതായത് ഇറാനും അമേരിക്കയും ഏതളവ് വരെ
നെഗോസിയേഷന് അല്ലെങ്കിൽ വിട്ടുകൊടുക്കാൻ തയ്യാറാവും എന്നുള്ളതാണ് ഈ നെഗോസിയേഷന്റെ ഒരു പരിണിത ഫലം എന്താവും എന്നുള്ളതിലേക്ക് പറയാൻ സാധിക്കുക. നന്ദി സാർ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.